പിറ്റേന്നും രാജസദസ്സിൽ സമസ്യാപൂരണം ചർച്ചാവിഷയമായി മാറി. പലരും പലതും ചൊല്ലി. പക്ഷേ നിരർത്ഥകങ്ങളെന്നു പറഞ്ഞ് മഹാരാജാവ് എല്ലാം തള്ളി. വാക്കുകൾ കൂട്ടിയിണക്കിയതിൻ്റെ അവസാനം ഗായ്ഘ ഗായ്ഘ ഇടം പിടിക്കുവാനല്ലാതെ ആ ശ്ലോകം സ്വാർത്ഥകമായ ഒരു അവസാന വാക്കാക്കാൻ ആ അക്ഷരങ്ങൾക്ക് കഴിഞ്ഞില്ല. ചിലവ ഏറ്റവും സരളമായ ഗായ്ഘ ഗായ്ഘയ്ക്ക് മുന്നിൽ മഹത്തായ ചിന്താശകലങ്ങൾ കോർത്തിണക്കിയവയായിരുന്നു. മറ്റു ചില ശ്ലോകങ്ങൾ പാണിനീയ സൂക്തങ്ങളുടെ അനുകരണങ്ങളെന്ന് പറഞ്ഞ് രാജാവ് നിഷ്കരുണം തള്ളി. കുന്തപുഷ്പങ്ങളോടൊപ്പം കമലപുഷ്പങ്ങൾ ഒരു മാലയിൽ ചേരുകയില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കാളിദാസന്റെ കവിത്വമെല്ലാം വറ്റിപ്പോയോ? ആരോ സഭയിൽ മന്ത്രിക്കുന്നത് കേട്ടു. തലയുയർത്തി അതാരാണെന്ന് പറഞ്ഞതെന്ന് നോക്കാൻ തോന്നിയില്ല. പക്ഷേ ഒന്ന് വ്യക്തമായിരുന്നു, താനാണ് അവസാന പ്രതീക്ഷയെന്ന്. ആ വാക്കുകൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രതീക്ഷ ഫലവത്താക്കാൻ തനിക്കാകുമോ? വഴിയിലെ ആൽമരത്തണലിൽ ചിന്താവിഷ്ടയായിരിക്കുന്ന കാളിദാസനെ കണ്ട് ചിലരെല്ലാം കുശലമന്വേഷിച്ചു. ചുരുക്കം വാക്കുകളിൽ മറുപടി നൽകിയിട്ട് കാളിദാസൻ തൻ്റെ ചിന്താലോകത്തേക്ക് ലയിച്ചു. ഇനി ഗായ്ഘ ഗായ്ഘ എന്നവസാനിക്കുന്ന ഒരു നല്ല ശ്ലോകമായല്ലാതെ സഭയിലേക്കില്ല. പെട്ടെന്ന് കാളിദാസന്റെ ദൃഷ്ടികൾ ദൂരെ നിന്നും ഓടിച്ചാടി വരുന്ന ബാലികയിൽ പതിഞ്ഞു. പാറി നടക്കുന്ന പൂമ്പാറ്റകൾക്ക് പിന്നാലെ അവൾ ഓടി നടക്കുന്നു. പിടിക്കാൻ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഒരുപക്ഷെ പിടിച്ച് ഉപദ്രവിക്കണമെന്ന ആഗ്രഹമില്ലാതെ അവയുടെ കൂടെ പാറി നടക്കാനുള്ള കൊതികൊണ്ടെന്ന പോലെ അവയോടൊപ്പം ആനന്ദിക്കുന്ന കുട്ടി. കുട്ടിക്ക് ചുറ്റും പറന്നു നടക്കുന്നത് കണ്ടാൽ പൂമ്പാറ്റകൾക്കും ബാലികയോടൊപ്പം കളിക്കുന്നതിൽ താല്പര്യമുണ്ടെന്ന് തോന്നുമായിരുന്നു. കയ്യിൽ എഴുത്തോലയുണ്ട്. പാഠശാലയിൽ നിന്നും വരികയാണ്. കൂട്ടുകാരെല്ലാം ഓരോ വഴിക്ക് പോയി കാണും. അവസാനം ഒറ്റയ്ക്കായപ്പോൾ പൂമ്പാറ്റകളെ കൂട്ടുകാരാക്കിയിരിക്കുകയാണ്. ഒറ്റയ്ക്കാണെന്ന ഭാവമേയില്ല. അടുത്തെത്തിയപ്പോൾ കാളിദാസൻ കുട്ടിയെ നോക്കി പുഞ്ചിരിച്ചു. അപരിചിതനായ ഒരാൾ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ട് കുട്ടി ഒരു നിമിഷം സന്ദേഹിച്ചു. ഉത്സാഹത്തിനും സന്തോഷത്തിനും ഭംഗം വന്നു. കാളിദാസൻ ചോദിച്ചു, കാ ത്വം ബാലേ? കുട്ടി നിന്നു. പൂമ്പാറ്റകൾ പറന്നു കളിക്കുന്നത് നോക്കി നിന്നു. പൂമ്പാറ്റകളുടെ കൂടെ ഓടണോ? ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണോ എന്ന് സംശയിച്ചു. കാളിദാസന്റെ മുഖത്തേക്കും പറന്നു നടക്കുന്ന പൂമ്പാറ്റകളെയും നോക്കി. കാളിദാസനും അത്ഭുതത്തോടെ പൂമ്പാറ്റകളെ ശ്രദ്ധിക്കാതിരുന്നില്ല. അവ അല്പം മാറി വട്ടമിട്ട് പറന്നു കളിക്കുന്നു. കുട്ടി കൂടെ ചെല്ലാൻ കാത്തു നിൽക്കും പോലെ. കുട്ടിയുടെ കൂടെ കളിക്കുന്നത് അവയ്ക്കും ഇഷ്ടപ്പെട്ടുവെന്നോ? കാളിദാസന്റെ മനസ്സിൽ ആശ്ചര്യത്തോടൊപ്പം കുട്ടിയോട് വാത്സല്യവും തിരതള്ളി. കുട്ടി സംശയത്തോടെ നിന്നു. മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല കുട്ടിയായി മറുപടി പറയണമെന്നുമാണ് പാഠശാലയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. കാ ത്വം ബാലേ? കാളിദാസൻ വീണ്ടും ചോദിച്ചു. കാഞ്ചനമാല, ബാലിക പറഞ്ഞു. കസ്യാ പുത്രി? ആരുടെ മകളെന്നറിയാനുള്ള ആഗ്രഹം കാളിദാസൻ പ്രകടമാക്കി. കനകലതായ. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കിം വാ ഹസ്തേ? കയ്യിലെന്താണ്? കാളിദാസൻ വെറുതെ ചോദിച്ചു. താളീപത്രം. താൻ പാഠശാലയിൽ പഠിക്കുകയാണെന്നും താൻ താളിയോലകളിൽ എഴുതി പഠിക്കാൻ തക്കവിധം വലിയ കുട്ടിയായി എന്നുമുള്ള അഭിമാനത്തോടെ ബാലിക താളിയോല ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. കാവാ രേഖ? എന്തെഴുതിയിരിക്കുന്നു? കാളിദാസൻ താളിയോലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. 2-3 നിമിഷങ്ങൾ സംശയിച്ചു നിന്നിട്ട് ഗായ്ഘ ഗായ്ഘ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഓടിപ്പോയി. ഇതിൽ കൂടുതൽ അറിയണ്ട. എൻ്റെ കൂട്ടുകാർ പോയത് കണ്ടില്ലേ? കുട്ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള ഓട്ടത്തിൽ ആ ചോദ്യമുണ്ടെന്ന് കാളിദാസന് തോന്നി. കുട്ടിയുടെ ചാടിയുള്ള ഓട്ടം കാളിദാസൻ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. കുട്ടിയോടുള്ള ചോദ്യവും ബാലികയുടെ കുന്തപുഷ്പദളങ്ങൾ പോലെയുള്ള പല്ലുകാട്ടി പുഞ്ചിരിയോടെയുള്ള മറുപടിയും കാളിദാസന്റെ മനസ്സിലെ ചിന്തയുടെ ഭാരം കുറച്ചുവെന്ന് തോന്നി. ഗാംഭീര്യം ഉൾക്കൊണ്ടിരുന്ന മുഖത്ത് പുഞ്ചിരി കാണാമായിരുന്നു. കുന്തമലരുകളുടെ ഓർമ്മ വീണ്ടും കാളിദാസന്റെ മനസ്സിൽ വാക്കുകൾ പ്രതിധ്വനിപ്പിച്ചു. കുന്തപുഷ്പങ്ങളോടൊപ്പം കമലപുഷ്പങ്ങൾ മാലയിൽ ചേരുകയില്ല.
അല്പനിമിഷങ്ങൾ കടന്നുപോയി. കുട്ടി പറഞ്ഞ ഗായിക ഗായിക തന്നെയാണല്ലോ മഹാരാജാവും സഭയുടെ മുന്നിൽ വച്ചിരിക്കുന്ന സമസ്യയെന്ന ഓർമ്മ കാളിദാസൻ്റെ മനസ്സിലേക്ക് വന്നു. കാളിദാസൻ്റെ മനസ്സ് വേഗം പ്രവർത്തിച്ചു. കുട്ടി എന്താണ് പറഞ്ഞവസാനിപ്പിച്ചത്? ഗായിക ഗായിക. കാളിദാസൻ്റെ മനസ്സ് പുറകോട്ടു പോയി. കാത്വം ബാലേ കാഞ്ചനമാല കസ്യാപുത്രി കനകലിതായ കിംവാ ഹസ്തേ താളീപത്രം കാവാരേഖ ഗായിക ഗായിക. വ്യാകുലനാക്കിക്കൊണ്ടിരുന്ന സമസ്യ താൻ അറിയാതെ പൂർത്തീകരിക്കപ്പെടുന്നത് കാളിദാസൻ ആശ്ചര്യത്തോടെ മനസ്സിലാക്കി. തൻ്റെ ചോദ്യങ്ങളും ബാലികയുടെ മറുപടികളും ചേർന്ന് മനോഹരമായ ഒരു ശ്ലോകം രൂപം കൊണ്ടിരിക്കുന്നു. ഓരോ വരിയിലും ബാലികയുടെ നറും പുഞ്ചിരി വിടർന്നു നിൽക്കുന്നു. പിറ്റേന്ന് വിദ്വത് സഭയിൽ കാളിദാസൻ തൻ്റെ ശ്ലോകം ചൊല്ലി. സഭ കരഘോഷത്താൽ മുഖരിതമായി. വിക്രമാദിത്യ മഹാരാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് കാളിദാസൻ്റെ അടുത്തെത്തി സ്വന്തം കഴുത്തിൽ കിടന്ന മരതകമാലയൂരി കാളിദാസൻ്റെ കഴുത്തിൽ ചാർത്തി. കാളിദാസനെ എപ്പോഴും വിമർശന ബുദ്ധിയോടെ നോക്കിയിരുന്ന ശങ്കുകനും ഘടകർപ്പരനും പോലും കൈയടിക്കാതിരിക്കാനായില്ല. അങ്ങാണ് യഥാർത്ഥ കവി. അങ്ങയുടെ മുന്നിൽ എന്തു സമസ്യ വെച്ചു തന്നാലും അങ്ങ് അതിന് യുക്തമായ പൂർത്തീകരണം കണ്ടെത്തുന്നു. വിക്രമാദിത്യൻ അഭിനന്ദിച്ചു. കാളിദാസൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് വിക്രമാദിത്യൻ്റെ അഭിനന്ദനത്തിനു മുന്നിൽ ശിരസ് നമിച്ചു. ഇല്ല മഹാരാജൻ, ഇത് താൻ രചിച്ച കവിതയല്ല, തനിക്ക് വഴിയിൽ നിന്നും കിട്ടിയതാണ്, കാളിദാസൻ പറഞ്ഞു. വഴിയിൽ കിടന്നു കിട്ടിയ കവിതയോ? ഇപ്പോൾ ഉജ്ജയിനിയിലെ തരിക്കളും ലതകളും പുഷ്പങ്ങൾക്കും കായ്കനികൾക്കുമൊപ്പം കവിതകളും പൊഴിക്കുമോ? അതോ പൂക്കൾ കായ്കളായി മാറുന്നതിന് പകരം കവിതയായി മാറുന്നോ? അതോ ഉജ്ജയിനിയിലെ കോകിലങ്ങളും പഞ്ചവർണ്ണ കിളികളും ഇപ്പോൾ കവിതകളാണോ പാടുന്നത്? ക്ഷിപ്രയിലെ കുഞ്ഞോളങ്ങളുടെ കളകളാരവത്തിനൊപ്പം ഇപ്പോൾ കവിതാശകലങ്ങളും കേൾക്കാറുണ്ടോ? അങ്ങനെയല്ല മഹാരാജൻ. പാഠശാലയിൽ നിന്നും മടങ്ങിപ്പോയ കാഞ്ചനമാല എന്ന കുട്ടിയോട് താൻ വെറും കൗതുകം കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളും അതിന് ആ ബാലിക പറഞ്ഞ മറുപടിയുമാണ് ശ്ലോകമായി രൂപപ്പെട്ടത്, കാളിദാസൻ വിശദീകരിച്ചു. പെട്ടെന്ന് ശങ്കുനൻ ചാടിയെഴുന്നേറ്റ് പറഞ്ഞു, മഹാരാജ്, ഇത് ഒരു ശ്ലോകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ലേ ഇത്? ശങ്കുകൻ്റെ ആവേശം കണ്ട് വിക്രമാദിത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അതിമനോഹരം. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം കവിതാരൂപത്തിലാക്കാം എന്നു കണ്ടെത്തുന്ന മനസ്സാണ് കവി മനസ്സ്. എല്ലാ അക്ഷരങ്ങളും വാക്കുകളും ഇവിടെയുണ്ട്. അവയെ ചിട്ടയോടെ കോർത്തെടുക്കാൻ കഴിവുള്ളവനാണ് കവി. വിക്രമാദിത്യൻ കാളിദാസനെ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചു. വിക്രമാദിത്യൻ പറഞ്ഞതിനെ സഭ കരഘോഷത്തോടെ അംഗീകരിച്ചു.